അപ്പോൾ ഞങ്ങളുടെ വീട് പാലുകാച്ചലൊക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ട് കേസ്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ യാത്ര നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ കണ്ട് തൊഴുതാന്ന് പറഞ്ഞിട്ട് ഞാനും സൗവും കൂടി ഇറങ്ങിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച ആയിരുന്നു ഞങ്ങളുടെ വീട് ഓപ്പണിങ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് തിങ്കളാഴ്ച ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരാഴ്ച ഗ്യാപ്പ് വന്നു. എന്തായാലും അതിന് മുമ്പ് പോകണം വിചാരിച്ചു, സാധിച്ചില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾക്ക് അവസരം കിട്ടിയപ്പോൾ ശരിയെന്നും പറഞ്ഞ് ഞാനും സൗവും കൂടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടി, അമ്മയും അച്ഛനും പെങ്ങളും കുട്ടികളും എല്ലാവരും കൂടി പോകണം എന്നുണ്ടായിരുന്നു കേട്ടോ കേസ്. പക്ഷേ എല്ലാവർക്കും പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പെങ്ങൾക്കൊന്നും ലീവ് കിട്ടിയില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കൊണ്ട് ആരെയും കൂട്ടാതെ പിന്നെ ഞങ്ങൾക്ക് തന്നെ പോകേണ്ടി വന്നു കേട്ടോ. എന്തായാലും ആദ്യം ഞങ്ങൾ വിചാരിച്ചത് വീടിരിക്കുമ്പോൾ ഇരുന്ന് കഴിഞ്ഞത് ഉടനെ ഭഗവാൻ കണ്ണനെ പോയി കാണണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് കേട്ടോ. അത് സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് രാവിലെ നല്ല തണുപ്പാണ്. ഡിസംബർ മാസം അറിയാമല്ലോ, ഇപ്പോൾ എല്ലാവിടെയും, അതായത് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഫുള്ള് തണുപ്പാണല്ലോ. അപ്പോൾ പാലക്കാടും നല്ല രാവിലെ ആയിക്കഴിഞ്ഞാൽ നല്ല മഞ്ഞും കുളിരും ഒക്കെയാണ് കേട്ടോ കേസ്. അപ്പോൾ ആ മഞ്ഞ് കൊണ്ട് ആ തണുപ്പത്ത് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. സൂര്യൻ ഉദിച്ച് വരുന്നുണ്ടെങ്കിൽ കൂടി ആ വെളിച്ചം, അതായത് വെയിൽ നമുക്ക് തട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഹൈവേ കൂടെയുള്ള ഈ യാത്ര. അപ്പോൾ നേരെ ഞങ്ങൾ എരുമിയൂരൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വടക്കഞ്ചേരി എത്താറായി. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ വണ്ടിൻ്റെ ഭയങ്കര സൗണ്ട് കാരണമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഗുരുവായൂരിൽ പോയിട്ട് ഭഗവാനെയൊക്കെ കണ്ട് തൊഴുന്നതും ഗുരുവായൂരിലെ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. അതായത് നമ്മൾ ഗുരുവായൂർ എത്തുന്ന വരെയുള്ള വീഡിയോസ് ആയിരിക്കട്ടെ കേസ് ഇത്. അത് കഴിഞ്ഞിട്ടുള്ള നമ്മളവിടെ എത്തിയിട്ട് ഗുരുവായൂരിലെ കാഴ്ചകളും എല്ലാം അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയും തൃശ്ശൂർക്ക് ഏകദേശം 27 കിലോമീറ്റർ ഉണ്ട് കേട്ടോ കേസ്. അപ്പോൾ നമ്മൾ കുതിരാനാണ് കേട്ടോ കേസ്. കുതിരാൻ എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ കുതിരാൻ്റെ എത്തുന്നതിന് മുമ്പ് നമുക്ക് കുതിരാൻ ക്ഷേത്രത്തിലേക്കൊന്ന് പോകണം. അവിടെയും പോയി അയ്യപ്പസ്വാമിനെ ഒന്ന് കണ്ടിട്ട് നേരെ പോകുന്ന വഴിയാണല്ലോ എന്തായാലും. അപ്പോൾ അങ്ങോട്ട് പോകാമെന്നൊന്ന് മനസ്സിലിപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതും നോക്കണം കേട്ടോ കേസ്. ചിലപ്പോൾ നേരെ കുതിരാൻ ക്ഷേത്രത്തിലേക്ക് പോയി ഭഗവാനെ ഒന്ന് തൊഴുതി, അതായത് അവിടെ ഇപ്പോൾ അയ്യപ്പ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്വാമിമാരൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഒന്ന് കണ്ടിട്ട് നമുക്ക് അങ്ങനെ പോകാം കേട്ടോ. അങ്ങനെ കുറേ ദൂരം റൈഡ് ചെയ്ത് വന്ന് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ടോൾ എത്തിയിട്ടാ, പന്നിയങ്കര ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കഴിഞ്ഞിട്ട് വേണമല്ലോ കുതിരാൻ തുരങ്കത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രസമുണ്ട് കേസ്. രാവിലെ ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ട്. എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചല്ലോ. അതായത് നമ്മളൊരു സ്വപ്നം പോവുകയാണെങ്കിൽ ആ സമയമാണല്ലോ. വീട് കെട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു വീട് നമ്മൾ കെട്ടിപ്പൊക്കി അല്ലേ. അപ്പോൾ എത്രയേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തരണം ചെയ്തിട്ടാണല്ലോ നമ്മളൊരു വീട്, സാധാരണക്കാരൊരു വീട് കെട്ടണത്. അപ്പോൾ അത് നമ്മൾ എല്ലാം ദൈവം നമ്മളെ അനുഗ്രഹിച്ച് കൂടെ ഉണ്ടായിരുന്നു. ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും നമ്മളെ അനുഗ്രഹിച്ച് കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ കുറേ നേർച്ചകളുണ്ട്, കുറേ ക്ഷേത്രങ്ങളിലേക്ക് പോകണം, അങ്ങനെ പഴനിക്ക് പോകണം, അങ്ങനെയുള്ള കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, നേർച്ചകളുണ്ടായിരുന്നു കേട്ടോ കേസ്. അപ്പോൾ അതൊക്കെ കാരണം എന്താ പറയുക, ജനിച്ച് ഒരു 5 വയസ്സ് മുതലൊക്കെ ഓരോരോ വാടക വീടുകളിൽ മാറി മാറി താമസം, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം കേട്ടോ. പിന്നെ എല്ലാത്തിനും ഓരോ സമയമുണ്ടല്ലോ, ആ സമയത്തല്ലേ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. അപ്പോൾ എന്താ പറയുക, വളരെ സന്തോഷം. ഇന്ന് നല്ല മഞ്ഞുണ്ട് കേട്ടോ ഗൈസ്. നേരെ ഫ്രണ്ടിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, നല്ല മഞ്ഞാണ്. ഹൈവേയിലൂടെ പോകുമ്പോൾ വിറച്ചിട്ടാണ് പോണത്. അപ്പോൾ എന്തായാലും കുതിരാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ ഗൈസ്. അവിടെ നിന്ന് നമുക്ക് എണ്ണയോ കർപ്പൂരോ എന്തെങ്കിലും വാങ്ങിയിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഭഗവാനെ തൊഴുതാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുതിരാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന അവിടെ ഈ ഒരു കടയുണ്ട്, ഒരു മുത്തശ്ശൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് സൗമ്യ എണ്ണയും കർപ്പൂരങ്ങളും ഒക്കെ വാങ്ങുകയാണ് അവിടെ പോയിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നേരെ ഇതിലൂടെ പോകട്ടെ. അപ്പോൾ അധികം വണ്ടികളൊന്നും വരുന്നത് കാണുന്നില്ല. എന്തായാലും ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ നല്ല വണ്ടികളും കാര്യങ്ങളും സ്വാമിമാരൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേസ്. ഇത് കണ്ടല്ലേ, സ്വാമിമാർ മാല ഇട്ടിട്ട് അവർ പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് തൊഴുതിയിട്ടാണ് കേട്ടോ പലരും പോണത്. അപ്പോൾ നമ്മുടെ കുതിരാൻ തുരങ്കം വരുന്നതിന് മുമ്പ് നമ്മളിതിലെ ബസ്സിലൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് പേര് ഇതിൽ തന്നെയാണല്ലോ നമ്മളെല്ലാവരും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിലെത്തുമ്പോൾ ബസ്സിൽ നിന്ന് നമ്മൾ കോയിനൊക്കെ ഇങ്ങോട്ട് ഇടാറുണ്ട്. അപ്പോൾ നല്ല തിരക്കുള്ളൊരു ക്ഷേത്രമായിരുന്നു. ഇപ്പോൾ കുതിരാൻ തുരങ്കം വന്നതിന് ശേഷം
ഇവിടെ അധികം ആളുകളൊന്നും വരവില്ല കേട്ടോ കേസ്. അപ്പോൾ എന്തായാലും അയ്യപ്പ സീസൺ ആകുമ്പോൾ ഇവിടെ കുറേ ആളുകളൊക്കെ വരും, ഭക്തന്മാർ നമ്മൾ വന്ന് തൊഴുതാനൊക്കെ ഇവിടെ വരാറുണ്ടല്ലോ. അപ്പം ഞങ്ങളും വന്ന് കർപ്പൂരവും എല്ലാം കാണിച്ചിട്ട് ഭഗവാനെ തൊഴുതി അവിടെ നിന്ന് കുറച്ച് നേരം നിന്നിട്ട് പോകാൻ വേണ്ടി നിൽക്കാണ്ട് കേസ്. ഒരുപാട് പേര് മാലയിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട് കേട്ടോ. അവർ മാലയൊക്കെ ഇട്ടിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഒരു കാടിന് നടുവിലുള്ള ഈ ഒരു ക്ഷേത്രം വളരെ മനോഹരമായൊരു ക്ഷേത്രമാണ് കേസ്. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നിട്ട് നമ്മൾ അയ്യപ്പ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഷോർട്സ് എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ. അത് നല്ല രീതിയിൽ മില്യൺ വ്യൂ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കേസ്. അപ്പോൾ എന്തായാലും ഭഗവാന് ഇതിൽ പോകുമ്പോൾ ഒന്ന് തൊഴുതിട്ട് വരാൻ വേണ്ടി സൗമ്യ മേലെ പോയിട്ട് തൊഴുതി തിരിച്ചിറങ്ങിയിട്ട് കേസ്. ഇനി ഞങ്ങൾ എന്തായാലും പോവുകയാണ്. ഇനി നേരെ നമുക്ക് ഗുരുവായൂരിലേക്ക് പോവാട്ടെ കേസ്. അങ്ങനെ ഞങ്ങൾ കുതിരാൻ തുരങ്കത്തിനടുത്ത് എത്തിയിട്ട കേസ്. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച നോക്ക്, അടിപൊളിയല്ലേ നോക്ക്. മലകളിൽ അങ്ങനെ മഞ്ഞുകളൊക്കെ നിന്നിട്ടേ സൂര്യൻ ഒരു ഭാഗത്ത് ഉദിച്ച് വരുന്നു, നേരെ മലകളിൽ ആ പ്രകാശം തട്ടിയിട്ടേ എന്തൊരു വൈബാണല്ലോ കേസ് ഇവിടെ ഈ നേരത്ത്. ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു 7 മണി 7:30 ആയി എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുതിരാൻ തുരങ്കത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ കേസ്. നേരെ ആ കാർ നേരെ പോയിട്ട് അങ്ങനെയൊക്കെ തുരങ്കത്തിനകത്തേക്ക് കയറി തൃശ്ശൂർ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ കണ്ട ഒരു പ്ലേസ് ആണ് കേസ്. അടിപൊളിയുണ്ട്. നമുക്ക് വാക്കിംഗ് റോഡ് പോലെ ഉണ്ട് കേട്ടോ. അതിൽ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ റോഡ് കാണാൻ വേണ്ടിയിട്ട് അങ്ങ് അറ്റം വരെ ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾ കണ്ടില്ലേ, പച്ചപ്പ് നിറഞ്ഞ നല്ല മനോഹരമായ ആ പാടങ്ങൾ. ആളുകളൊക്കെ രാവിലെ എണിച്ചിട്ട് ഇതേ നടക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, അത് നല്ല മനോഹരമായുള്ള എന്താ പറയുക ഒരു തോടപ്പുഴയ സമയത്ത് തോട് ആഹാ അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. അവിടെ നിന്ന് കുറേ ദൂരം ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ വീണ്ടും ഒരു അടിപൊളി സ്ഥലം കണ്ടിട്ട് ഗൈസ്. 2 സൈഡും പാടങ്ങളും നടുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു അടിപൊളി റോഡും നല്ല വ്യൂ ആണ് കേട്ടോ ഗൈസ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ പുള്ളുപാടത്തിൻ്റെ ആ ഭാഗത്താണ് കേട്ടോ നമ്മൾ പോകുന്നത്. പുള്ളുപാടം ഈ ഭാഗത്തു കൂടിയാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ ഷോർട്ട് കട്ട് വഴിയാണ് ഞങ്ങൾ ഇങ്ങനെ ഗുരുവായൂരിലേക്ക് പോകുന്നത്. 1-2 സ്ഥലത്ത് കൂടി ഇങ്ങനെ പോയിട്ട് എന്തായാലും വൈകുന്നേരത്താണ് നമ്മൾ 3 മണിക്കാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 1-2 സ്ഥലത്തും കൂടി പോകാമെന്ന് പറഞ്ഞിട്ടിങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടോ. നല്ല പാടങ്ങളും, പുള്ളുപാടം അറിയാമല്ലോ, അടിപൊളി സ്ഥലമാണ്. നമ്മുടെ മഞ്ജു വാര്യരിൻ്റെ വീടൊക്കെ പുള്ളുപാടത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 1-2 തവണ അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇത് അതിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. സ്ട്രെയിറ്റ് റോഡും ചുറ്റും പാടങ്ങളല്ലേ. ഇത് പുത്തൻതോട് പാലം. നമ്മളൊന്നൊരു വ്യൂ നോക്കാലോ. ആഹാ പൊളിച്ചു. അപ്പൊ നമ്മള് പുള്ളിട്ട കേസ് പുത്തൻതോട് പാലത്താണ്. പുള്ളിലേക്ക് പോണത് റൈറ്റ് ആണ് കേട്ടാ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ വാടാനപ്പള്ളി ബീച്ചിൻ്റെ അവിടെ വന്നിട്ട് ഇവിടെ നിന്ന് കുറേ നേരം നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അവിടെ അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കേസ്. ഇവിടെ ഞങ്ങൾ 1-2 തവണ വന്നിട്ടുണ്ട് കേട്ടോ ഈ ബീച്ചിൻ്റെ അവിടെ. സ്നേഹതീരം ബീച്ചൊക്കെ ഈ ഭാഗത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വാടാനപ്പള്ളി ബീച്ചാണ് കേട്ടോ. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കടലിലെ അടിപൊളി രാവിലത്തെ ആ കാഴ്ചകളൊന്ന് നോക്കാട്ടോ. അപ്പോൾ ബീച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫൺ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കും എല്ലാം വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കുണ്ട്. പിന്നെ കുറേ തോണികളൊക്കെ ഇങ്ങനെ കയറ്റി അവിടെ വെച്ചിരിക്കണം. പിന്നെ ഇവിടെ 1-2 കടകളൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ സ്നേഹതീരം ബീച്ചിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് അതാണ് എൻട്രൻസ്. നമ്മളെന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, വേറെ സ്ഥലത്തേക്കാണ് കേസ് പോണത്. അപ്പോൾ നമ്മൾ സ്നേഹതീരം ബീച്ച് കഴിഞ്ഞ് പോകുമ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ, നല്ല അടിപൊളി കാഴ്ചകൾ. അതായത് തെങ്ങുകൾ നോക്കുക കേസ് എത്രമാത്രം അല്ലേ, നല്ല അടിപൊളിയായിട്ട് അവർ നിരനിരയായി വെച്ചിട്ടിരിക്കുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അറപ്പത്തോട് പാലം കേട്ടോ. അറപ്പത്തോട് പാലം ഈ ഓഹോ ബീച്ചൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ ഇടയിലൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ അറപ്പത്തോട് പാലത്തും ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂവും ഒക്കെ അടിപൊളിയാണ്. നല്ല കുറേ റീലുകളിലും എല്ലാം കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ ഇത്. കടലിലേക്ക് പോകുന്ന ആ ഒരു പാലം, തോട് കണ്ടില്ലേ, ഈ തോട് നേരെ പോയി കടലിലേക്ക് ചേരുന്നത്. ഇതാണ് ഓഹോ ബീച്ച് കേട്ടോ. നല്ല വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ അടിപൊളിയാണ്, നല്ല വൈബായിരിക്കും. ഞങ്ങളിവിടെ എത്തിയപ്പോൾ എന്താ പറയുക, ആ തേങ്ങ ഇടാനും നാളികേരം ഇടാനൊക്കെ ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ച ഉണ്ട് കേസ്. കണ്ടില്ല, അവർ ഇങ്ങനെ എന്തോ ഒരു ഇത് വെച്ചിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നടന്ന് മേലേക്ക് കയറുകയാണ് കേട്ടോ. കാഴ്ച ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേസ്. അപ്പോൾ അവിടെ കുറേ നേരം നിന്നിട്ട് ഞങ്ങളിങ്ങനെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകാം കേട്ടോ. നമ്മളിങ്ങനെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് കടൽ ഇങ്ങനെ ഇരച്ച് വരുന്നതും അതിൻ്റെ ആ സൗണ്ടുകളും ഒക്കെയാണ് ഈ ഭാഗത്ത് കാണുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു രസമുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞിട്ട് നമ്മൾ ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ 1-2 ക്ഷേത്രങ്ങളിലൊക്കെ കയറി തൊഴുതി. അപ്പോൾ ഗുരുവായൂർ 3 മണിക്കാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ സമയത്ത് അവിടെ പോയിട്ട് റൂം എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണില്ല, അപ്പോൾ നമ്മൾ സ്നേഹതീരം ബീച്ചില്ലേ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഇന്ന് രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല തണുപ്പ്, നല്ല രസമുണ്ടായിരുന്നു യാത്ര. അങ്ങനെ വന്ന് ഓരോ സ്ഥലങ്ങളിൽ വന്നു. കുതിരാനിൽ പോയി അങ്ങ് വരുന്ന വഴിയിൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കണ്ടു കേട്ടോ. ആ ഭാഗത്തൊക്കെ നിന്ന് അങ്ങനെ വന്നു കേട്ടോ. പിന്നെ അങ്ങനെ സ്നേഹതീരം ബീച്ചിൻ്റെ അവിടെ വന്നിട്ട് നിൽക്കുകയാണ്. നിറയെ എന്താ പറയുക, തോണികൾ, മീൻപിടുത്തക്കാരൊക്കെ കടലിൽ പോയിട്ടേ അവർ തിരിച്ചു വരുന്നത് കണ്ടത്. നിറയെ തോണികളാണ് ഈ ഭാഗത്ത് അല്ലേ. അപ്പോൾ അടിപൊളി കേസ്. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ നേരെ ഗുരുവായൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഗുരുവായൂർ എത്തുന്ന വരെയുള്ള ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. ഇനി ഗുരുവായൂർ വ്ളോഗ്, അതായത് നമ്മൾ ഭഗവാനെ പോയി കണ്ട് നന്ദി പറയണമല്ലോ. നമ്മൾ വീട് ഇരിക്കുമ്പോൾ ഓരോ ഘട്ടവും ഗുരുവായൂരിൽ പോയിട്ട് ഭഗവാന്റെ അടുത്ത് നന്ദി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഓരോ ഘട്ടങ്ങളും കഴിയുമ്പോഴും പോവുമായിരുന്നു. അപ്പോൾ എന്തായാലും വീട് പണി പൂർത്തിയായി. ഞങ്ങൾ ഒരാഴ്ച, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വീടിരുന്നത്. ഇന്നൊക്കെ 8ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഭഗവാന്റെ അവിടെയും പോയിട്ട് നന്ദി പറയണം. കുറേ ക്ഷേത്രങ്ങൾ, നേർച്ചകളുണ്ട് കുറേ. എന്തായാലും ഗുരുവായൂർ എത്തിയിട്ട് നമുക്ക് കാണാം. ഗുരുവായൂർ വ്ളോഗ് നല്ലൊരു വ്ളോഗായിട്ട് നമ്മൾ എടുക്കേണ്ട കേസ്. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുന്നില്ല. ഗുരുവായൂർ എത്തിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്, മഞ്ജുലാലിൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ വെച്ചിട്ടായിരിക്കും ഈ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഗുരുവായൂർ നല്ലൊരു വീഡിയോ ആയിരിക്കട്ടെ കേസ്. അപ്പോൾ കേസ് ഞങ്ങൾ അങ്ങനെ ഗുരുവായൂർ എത്തിയിട്ടാണ് അന്നലക്ഷ്മി ഹാളിൽ നിന്ന് ഭക്ഷണവും കഴിച്ചിട്ട് ഇരിക്കുകയാണ്. ഇനി നാളെ നമുക്ക് ഗുരുവായൂർ വ്ളോഗായിട്ട് കാണാട്ടെ കേസ്.